നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള എപ്പിസോഡിൻ്റെ സ്റ്റോറി ആണെങ്കിലും അതുപോലെ പ്രമോ സ്റ്റോറി ആണെങ്കിലും അപ്കമിങ് സ്റ്റോറിയൊക്കെ കേൾക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും ജോസൂട്ടിയും കൂടെ ഫോൺ റിപ്പയറിങ്ങിന് കൊടുത്തേക്കാണ്. അങ്ങനെ ആ ഫോണും കൊണ്ട് ജോസൂട്ടി വരുന്നുണ്ട്. എല്ലാം ശരിയായോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ഏറെക്കുറെ ശരിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി എന്നാൽ ഫോൺ ഇങ്ങോട്ട് തന്നെ എന്ന് പറയുമ്പോൾ ജോസൂട്ടി നേരെ ഗ്രേസമ്മയ്ക്ക് കൊടുക്കുകയാണ്. ആൻറ്റീൻ്റെ മോൻ്റെ ഫോണല്ലേ ഇത്, അതിലൊരുപാട് പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അതങ്ങനെ അന്യര് കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ അന്യൊന്നുമല്ല, എനിക്ക് ആൻറ്റിയും അങ്കിളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നീ അത് കാണണ്ട എന്ന് പറയാണ് ജോസൂട്ടി. അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് അവൾ നിന്നോട് പിണങ്ങി എന്ന് പറയാണ്. പിണങ്ങിക്കോട്ടെ, എനിക്കെന്താ എന്ന് ചോദിക്കാണ് ജോസൂട്ടി കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ഫോണ് രേവതിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പിടിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പിടിക്കടി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കണം. പെണ്ണിൻ്റെ ഒരു കാര്യം കുറുമ്പും വാശിയൊക്കെ ഇത്തിരി കൂടുതലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആൻറ്റിയും അങ്കിളും വളം വെച്ച് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ജോസൂട്ടി ചേട്ടൻ നേരെ നോക്കി വണ്ടി ഓടിച്ചാൽ മതി, കൂടുതൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട കേട്ടാ, ഇത് എൻ്റെ ആൻറ്റിയും അങ്കിളും ആണ് എന്ന് പറയാണ് രേവതിക്കുട്ടി. അങ്ങനെ എന്താണെങ്കിലും ഫോൺ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, അതിനുള്ള ഒരുക്കത്തിലാണ് രേവതിക്കുട്ടിയും ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സങ്കടവും ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായിരിക്കും അതിലുള്ള ഡീറ്റെയിൽസ് എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ടെൻഷനുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു ഇങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ വരിക കേട്ടോ. അതായത് വീട്ടിലേക്ക് ഓഫ് ഡേ അല്ലേ, അപ്പം വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. അനന്യ കൂടെ ചെല്ലാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം മനു റെഡി ആയിട്ട് വരുമ്പോൾ ഒരുമിച്ച് പോകാനായിട്ട് നിൽക്കണം. ആ സമയത്ത് മനു അനന്യയോട് ഇങ്ങനെ ഒരുപാട് ക്ലോസ് ആയിട്ട് സംസാരിക്കും, ഇടപഴകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരുമിച്ച് പണ്ട് മുതലേ പഠിച്ചവരാണ്, ഒരുമിച്ച് വളർന്നവരാണ്. അപ്പോൾ പണ്ട് മുതലുള്ള പരിചയം ഒക്കെ വെച്ചിട്ടാണ് മനു അനന്യയോട് സംസാരിക്കുന്നത്. പക്ഷേ മനുവിൻ്റെ സംസാരവും പ്രവൃത്തിയൊക്കെ അനന്യയിൽ വേറൊരു രീതിയിലാണ് ഇഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അനന്യയ്ക്ക് മനുവിനോടുള്ള പ്രണയം കേട്ടോ, ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അനന്യയുടെ മനസ്സിലുള്ളത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എടി നീ ഷാമ്പു ചെയ്തിട്ട് എത്ര ദിവസമായി, നീ തല നനച്ചിട്ട് എത്ര ദിവസമായി, ഭയങ്കര സ്മെല്ല് എന്നൊക്കെ ചോദിക്കുക കേട്ടോ മനു. അപ്പോൾ അനന്യ ഇങ്ങനെ ഒന്ന് പരിഭവിക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് ചമ്മി പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഷാമ്പു ചെയ്തതാണ് എന്നൊക്കെ പറയട്ടോ. എടി നിൻ്റെ തലയിൽ നിറയെ പെയിനായിരിക്കും, നീ എന്താ ഇങ്ങനെ വൃത്തിയും മെനയൊന്നും ഇല്ലാണ്ട് നടക്കുന്നത് എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ മനുവിൻ്റെ ഈ ഒരു കെയറിങ്ങും ഇതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ ഇഷ്ടം കൂടി വരികയാണ്. നീ അതൊക്കെ വിട്ടേ, നമുക്ക് പോവാം, എനിക്ക് വിശന്നിട്ട് വയ്യ, പോകുന്ന വഴി എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങിച്ച് തന്നേക്കണം കേട്ടോ എന്ന് അനന്യ പറയുന്നുണ്ട്. ഓ നീ ഓസിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്നതാണല്ലേടി, അങ്ങോട്ടേക്കുള്ള യാത്ര ഓസി, ഭക്ഷണ ഓസി, എല്ലാം ഓസിക്ക് അടിക്കാനായിട്ട് നീ വന്നേക്കാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമുണ്ട് അങ്ങ് വാങ്ങിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വാങ്ങിച്ച് തരണ്ട എന്ന് പറയട്ടോ. വാ പോകാം എന്ന് പറഞ്ഞിട്ട് മാത്തനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് കാറിൽ കയറുന്നുണ്ട്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനന്യാണെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവനോട് ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മനു ആണെങ്കിൽ അതിനനുസരിച്ച് തന്നെ മനു സംസാരിക്കുന്നത്. കാരണം മനുവിൻ്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്ലോസ് ഫ്രണ്ട്, അത്രയും നല്ലൊരു ഫ്രണ്ടിനോട് എങ്ങനെ സംസാരിക്കാമോ ആ രീതിയിലൊക്കെയാണ് മനു സംസാരിക്കുന്നത്. അത്രയും ഒരു ഫ്രീഡം അനന്യയ്ക്ക് മനു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ബോയ്സ് ഗേൾസ് അങ്ങനെ വേർതിരിവൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഫ്രണ്ടായിട്ടാണ് മനു അനന്യയെ കാണുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർ കാറിൽ യാത്ര ചെയ്യുമ്പം അനന്യ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ്, മനസ്സിൽ ആ ഒരു ഇഷ്ടം വെച്ചുകൊണ്ടാണ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ കയറിയും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെ മനുവിൻ്റെ കൂടെ അനന്യ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് രാമപുരത്ത് അനന്യയെ ഡ്രോപ്പ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മനുവിന് കൊല്ലപ്പള്ളിയിലേക്ക് പോകണം. അങ്ങനെയുള്ളൊരു പ്ലാനിലാണ് അവർ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മേനെയും രേവതിക്കുട്ടീനെയാണ്. അവർ നേരെ വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ രേവതിക്കുട്ടി ഈ ഫോണിലെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് ശ്രമിക്കുന്നത്. എടി നീ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറുക, അതിന് ശേഷമൊക്കെ നോക്കാമെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ക്ഷമയില്ല കേട്ടോ. രേവതിക്കുട്ടി പെട്ടെന്ന് ഫോൺ ഓപ്പൺ ആക്കുകയും അതിലുള്ള ഡീറ്റെയിൽസൊക്കെ എടുക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ വാട്സപ്പിൽ ചാറ്റൊക്കെ എടുക്കുമ്പോൾ ഷെറിൻ്റെ നമ്പർ കാണുകയാണ്. അങ്ങനെ ഷെറിൻ്റെ ചാറ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയും മുന്നത്തെ ഇതല്ലേ, അതായത് ഇപ്പോഴെല്ലാം മരിക്കുന്ന സമയത്തുള്ള ചാറ്റാണല്ലോ ലാസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലെ ചാറ്റുകൾ ഇങ്ങനെ നോക്കുകയാണ്. ദേ ആൻറ്റി കിട്ടി എന്ന് പറഞ്ഞിട്ട് ദേ നോക്കി എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഗ്രേസമ്മ ആ ചാറ്റുകളൊക്കെ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ആ ചാറ്റുകളൊക്കെ വായിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാവുക കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടം എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ്. എൻ്റെ ദൈവമേ, എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് ഷെറിൻ്റെ വയറ്റിലുണ്ടായിരുന്നോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഓരോ ടെൻഷൻ
ടെൻഷനാണ്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഉറപ്പായില്ലേ നമ്മൾ ഇത് നോക്കിയത് കൊണ്ടല്ലേ ഇത് അറിയാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയണേ. നീ നോക്കിയത് കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി മോളെ എന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം ഇതൊക്കെ തോന്നുകയാണ്. ഇത് അല്ലെങ്കിൽ ഇത് പറയാനൊന്നും പോകുന്നില്ലല്ലോ, ഇപ്പം ഇത് അന്നേ നോക്കിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഗ്രേസമ്മ. അന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ഇത്രയൊന്നും ചിന്തിച്ചില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഷെറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക, ആ കുഞ്ഞിനെ പറ്റി ഷെറിനെ പറ്റി അന്വേഷിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രേസമ്മ. രേവതിക്കുട്ടിയാണെങ്കിൽ ഗ്രേസമ്മേനെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്ക് കിട്ടാതെ ഇങ്ങനെ പതറി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ. ഇനിയിപ്പോൾ ഷെറി ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവുമോ, അതോ അവരതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ടെൻഷനിലാണ്. അതല്ല, ഇനി ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിപ്പോൾ ജീവനോടുണ്ടെങ്കിൽ അയ്യോ എൻ്റെ ജോമോൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടെന്നോ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഓരോ ചിന്തകൾ. മാമച്ചാനാണെങ്കിൽ അവിടെ ഒരു ടൂറ് പോയേക്കാണ് ക്ലബിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇനി വന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ പറയണേ. എനിക്കിതൊന്ന് ഷെയർ ചെയ്യാനും മാമച്ചാനും ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ, ഇതിനെപ്പറ്റി എനിക്ക് ആകെ പരവേശമാണ് എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസമ്മ ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ ഒരു വെപ്രാളത്തിലാട്ടോ. ഇത് എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ കുറേ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് അന്വേഷിക്കാം, ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോവാം എന്നൊക്കെ പറയുമ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇനി ആ കുഞ്ഞിനെ കളഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇനി അഥവല്ല കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ നമ്മളെ കാണിക്കുമോ, എന്തായിരിക്കും, നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഗ്രേസമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്നല്ലോ ദൈവം, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരയാണ് ഗ്രേസമ്മ. രേവതിക്കുട്ടിയാണെങ്കിൽ ഗ്രേസമ്മയെ കെട്ടിപ്പിടിച്ച് രേവതിക്കുട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരുന്നതാട്ടോ. അപ്പം മനു കുറച്ച് നേരത്തെ എത്തിയത് കാരണം കമൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര നേരത്തെ എത്തിയത്, വിളിച്ചപ്പോൾ പറഞ്ഞത് ഉച്ച കഴിഞ്ഞേ എത്തുള്ളൂ എന്നാണല്ലോ. അതങ്ങനെ നേരത്തെ പോരേണ്ടി വന്നു, അനന്യ വന്നു റൂമിലേക്ക് എന്ന് പറയണേ. അനന്യ വന്നു എങ്ങോട്ടേക്ക്? ഞാൻ താമസിക്കുന്നിടത്തേക്ക് അവൾ വന്നു. അപ്പോൾ കമലിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. അനന്യ വന്നു എന്നൊക്കെ പറയുമ്പോൾ അനന്യ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അവൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോരുമായിരുന്നു, അപ്പോൾ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ വന്നതെന്ന് ചോദിക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വന്നത്, ഞാൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയാട്ടോ. എന്നിട്ട് നീ അവിടെ കയറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കയറാനൊന്നും സമയം കിട്ടില്ല, ഞാൻ അവിടെ കയറിയില്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം, ഒരുപാട് വാഷ് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് വർക്ക് ഫ്രം ഹോം ഉണ്ട്, അതൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. അയ്യോ, അവരുടെയൊക്കെ എന്ത് വിചാരിച്ച് കാണും, നീ അവിടം വരെ ചെന്നിട്ടൊന്ന് വീട്ടിലേക്ക് കയറിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, അത് ഞാൻ അനന്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണെന്ന്, അതൊന്നും കുഴപ്പമില്ലാന്ന് മനു പറയണം. എന്നാലും വളരെ മോശമായിപ്പോയി, നീ അവിടം വരെ ചെന്നിട്ട് വീട്ടിലേക്കൊന്ന് കയറാഞ്ഞതെന്ന് പറയാട്ടോ കമല. അപ്പോൾ അതൊന്നും സാരമില്ല, അമ്മ ഇനി അതിനെപ്പറ്റി സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എടാ, നിങ്ങൾ ഒരുമിച്ച് വന്നിട്ട് നീ എന്തെങ്കിലും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തോ? ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാനും കഴിച്ചിട്ടുണ്ടായില്ല അവളും കഴിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്ന് പറയുമ്പോൾ കമലിക്ക് ഭയങ്കര സന്തോഷം. കമല എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ അടുപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം അലീന എങ്ങാനും കയറി വരുമോ, ഇതിനിടയ്ക്ക് അലീന എങ്ങാനും കയറി വരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കമലയ്ക്കുണ്ട്. എടാ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അമ്മയ്ക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും, ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ ഉണ്ട്, നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ഞാൻ പോകത്തുള്ളൂ, അത്രയും സമയം കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നതല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഫ്രഷ് ആവാനായിട്ട് പോവാണ്. അപ്പോൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് കാരണം അതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്, നിരാശയാണ് കമലയ്ക്കുള്ളത്. മനു ആണെങ്കിൽ അതൊന്നും അത്ര കാര്യമാക്കാതെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മനു കടപ്പാട്ടൂരിലേക്ക് പോകുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയെ കാണാനായിട്ട്. അപ്പോൾ മുത്തശ്ശിയെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി വീണ്ടും വീണ അതും പിന്നെയും ബെൽറ്റ് ഇട്ട് കിടക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് മനുവിന് ആകെ വിഷമാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ ഒറ്റ വാശി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അലീനെ കൂടി പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വീഴത്തില്ലായിരുന്നു, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കരയാണ്. അതൊന്നും സാരമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനയും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വേറെ എവിടെയും പോയതൊന്നുമല്ലോ മനുവേട്ടാ, എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയതല്ലേ, പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ട, അങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ട തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ മനു അലീനയ്ക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും പഠനം തുടരണം, കാരണം പ്ലസ് ടുവിനൊക്കെ ഒരുപാട് നല്ല മാർക്ക് വാങ്ങി പാസ്സായതല്ലേ, പഠനം തുടരണം എന്നൊക്കെ പറയുമ്പോൾ അലീന ഇനിയിപ്പോൾ പഠിക്കാനോ എന്നൊക്കെ ചോദിക്കുകയാണ്. പഠിക്കണം, അതിനുള്ള ഫണ്ടിനെ കുറിച്ച് ഓർത്താണെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാമെന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.